വാർത്താരംഭം സംസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ മാസപ്പടി കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി ഒരാഴ്ചയ്ക്കുള്ളിൽ രേഖകൾ ആവശ്യപ്പെട്ട് എക്സാലോജിക്കിന് അടക്കം നോട്ടീസ് നൽകും. നവമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഇന്ന് വാർത്താരംഭത്തിൽ തുടക്കം മുതൽ നൽകുന്നത് ഇഡിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇഡിയുടെ കസ്റ്റഡിയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ചോദ്യക്കോഴക്കേസിൽ മഹുവ മൈത്രയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹാജരാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിയുടെ നോട്ടീസ് ധനമന്ത്രി തോമസ് ഐസക് തള്ളുന്നത്. ഇപ്പോഴിതാ എക്സാലോജിക്കിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കുമൊക്കെ ഇഡി എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് തുടർ നടപടികളിലേക്ക് ഇഡി കടക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കോണുകൾ എങ്ങനെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, അരവിന്ദ് കെജ്രിവാളിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. പിന്നീടുള്ള അറസ്റ്റിലൊക്കെ കൃത്യമായൊരു നിലപാടെടുത്ത പാർട്ടി കൂടിയാണ് CPM. അപ്പോൾ തന്നെ ട്രോളുകളിലൊക്കെ നിറഞ്ഞതാണ് അടുത്ത ഊഴം കേരളമായിരിക്കും, CPM ആയിരിക്കും എന്നൊക്കെ. അത് തന്നെ ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായാണ് വീണ വിജയന് ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇത്തരത്തിലൊരു ഇഡി അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതും. എന്തായാലും 2-3 ദിവസം ഈസ്റ്ററിന്റെ ഒക്കെ അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇഡി നടപടികൾ ആരംഭിക്കുക. അതിന്റെ പ്രാരംഭഘട്ടമായി ഈ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് ഏകദേശം വീണയുടെ കമ്പനി 12ഓളം കമ്പനികളിൽ നിന്നാണ് മാസപ്പടിയായി തുക കൈപ്പറ്റിയതെന്നുള്ളൊരു കണ്ടെത്തലാണ് പ്രാഥമികമായും ഉള്ളത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എന്തായാലും ഈ അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ 12ഓളം കമ്പനികൾക്ക് നോട്ടീസ് അയക്കുക. ഈ നോട്ടീസ് അയച്ചതിൽ കൂടി ആയിരിക്കും ഈ അന്വേഷണത്തിന്റെ തുടക്കം കുറിക്കുക. അതിനുശേഷമായിരിക്കും വീണ വിജയനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല, ഒരു അന്വേഷണ പ്രഹസനം മാത്രമാണെന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതൊരായുധമായി തന്നെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഈ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് അല്ലെങ്കിൽ ലൈഫ് മിഷനൊക്കെ ഇഡി അന്വേഷണമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു അതുപോലെ തന്നെ മാത്രമായിരിക്കും ഇത്തരത്തിൽ വീണ വിജയന്റെ കേസിലുള്ള മാസപ്പടി വിവാദത്തിലുമുള്ള ഒരു അന്വേഷണം പകുതിയിൽ തന്നെ അവസാനിക്കും. ഇത് BJPയും CPMഉം തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്ന് പറയുമ്പോൾ കൂടിയും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും BJPയും ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു കേസിൽ ഈ SFIയുടെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇഡിയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ SFIയുടെ അന്വേഷണത്തിൽ പ്രാഥമികമായി ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കള്ളപ്പണ ഇടപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇഡിയുടെ അന്വേഷണവും. ഇതിനിടയിൽ തന്നെ ഈ കമ്പനികൾ ഏതെങ്കിലും വിധത്തിൽ, അതായത് CPI പാർട്ടിയുടെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി ഹൈക്കോടതിയെ സമീപിക്കാനുമുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു അന്വേഷണം കൂടുതൽ നീണ്ടാൽ അത് ഡൽഹി മദ്യ കേസ് ആകട്ടെ, അവിടെയൊക്കെ ഒരു മുഖ്യമന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. തുടർച്ചയായി 9 തവണയാണ് ഇഡി നോട്ടീസ് അയച്ചത്. കോടതിയിൽ കാണാമെന്ന ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാളും പുലർത്തിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രിവിലേജ് ഒക്കെ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. പക്ഷേ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമാണ്. മറ്റു പ്രിവിലേജുകൾ ഒന്നും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അറസ്റ്റ് വരെ ഉണ്ടായേക്കാവുന്ന നീക്കങ്ങൾ ആണ് ഇഡി നടത്തുന്നത് എന്ന് ഒരു ഭാഗത്ത് നിന്ന് പറയുന്നു. മറുഭാഗത്താകട്ടെ ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഇഡി ഇത്തരത്തിൽ വലിയ അന്വേഷണം നടത്തുമ്പോൾ പോലും ഒരു CPM നേതാവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെയോ ഒക്കെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അത് അന്തർധാരയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായി നമുക്കിതിൽ ഒന്നും സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല. നമുക്കിതിൻ്റെ നിയമവശം മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? എക്സാലോജിക് കമ്പനിയും ഇതിൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരികയാണല്ലോ.
തീർച്ചയായും അഭിലാഷ്, ഈ ഹൈക്കോടതി അടക്കം സമീപിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം SFIയുടെ അന്വേഷണത്തിൽ തന്നെ വീണ വിജയന്റെ കമ്പനി ഉൾപ്പെടെ വീണ വിജയൻ ഉൾപ്പെടെ ഈ ഒരു അന്വേഷണം നടക്കരുത്, അല്ലെങ്കിൽ തുടർ നടപടികൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതി അടക്കം സമീപിച്ചതാണ്. പിന്നീട് ഹൈക്കോടതി ആ ആവശ്യം തള്ളുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് CMRലും ഇവിടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അവിടെയും ഹൈക്കോടതി ചോദിച്ചത് പേടിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയക്കുന്നത്, ഇത്തരത്തിലുള്ളൊരു ഒരു ഒളിക്കാനുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഒരു അന്വേഷണത്തെ ഭയക്കേണ്ടതുള്ളൂ, ഇത്തരം ഒരു അന്വേഷണം വേണ്ട എന്ന് ആവശ്യപ്പെടേണ്ടതുള്ളൂ. അവർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ ഹാജരാക്കൂ, അന്വേഷണത്തോട് എന്ന് അന്ന് ഹൈക്കോടതി ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹർജി, ഈ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അന്ന് ഹൈക്കോടതി തള്ളിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയനോ കമ്പനിയോ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അന്വേഷണം പിന്നീടുള്ള അറസ്റ്റ് തടയണം, തുടർന്നുള്ള അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം ആരംഭിക്കുമ്പോൾ ഏത് വിധത്തിലായിരിക്കും, എപ്പോഴായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അതോടൊപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ വീണ വിജയൻ ഹാജരാകുമോ, അതോ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയെ സമീപിക്കുമോ, തുടർന്ന് ഈ മറ്റ് 12ഓളം കമ്പനികൾക്കെതിരെയാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത്, ഈ കമ്പനികളും ഹൈക്കോടതിയെ സമീപിക്കുമോ, ഈ പാർട്ടിയുടെ ഒരു സമ്മർദ്ദം, ഈ ഒരു അറസ്റ്റ് തടയുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നതുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ ഒരു അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ED ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുക. എന്തായാലും മാസപ്പടി വിവാദത്തിൽ EDയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടപെടൽ, അതും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലാണ്. ഇതിനെ എങ്ങനെയായിരിക്കും വീണ വിജയനും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടിയും നേരിടുക എന്നതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമായി തന്നെ ഉപയോഗിക്കാനാണ് സാധ്യത. തീർച്ചയായും അതാണ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏപ്രിൽ 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അന്നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ ഒക്കെ വീണയെ ചോദ്യം ചെയ്യാൻ ED എത്തുമോ, ചോദ്യം ചെയ്യലിന് നിരന്തരമായി നോട്ടീസ് നൽകുമോ, ആ നോട്ടീസ് കൈപ്പറ്റാനോ ഹാജരാകാനോ തയ്യാറായില്ല എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വീണയ്ക്ക് ഒരുപക്ഷെ EDയുടെ നടപടി നേരിടേണ്ടി വരുമോ, അറസ്റ്റ് പോലെയുള്ളവ എന്നതെല്ലാം ഇനി കൂടുതൽ ചൂടുപിടിക്കുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ഒരുപക്ഷെ അതിലേക്ക് കേന്ദ്രീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും